गुरुर्ब्रह्मा महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अद्वैतानंद चिन्मात्र ज्योतिर्नारायणात्मकम् चकास्तु धर्मबोधाय नित्यमव्याहतात्मनाम्। ओम श्रीनारायण परमगुरवे नमः. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ശ്രീനാരായണ ധർമ്മം കൃതിയാണ് മനന വിഷയം. മൂന്നാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശുദ്ധി പഞ്ചകത്തില് യഥാക്രമം ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി എന്നിവയെ ചിന്തിച്ചു. ഒരു വ്യക്തിക്ക് ഈ ലോകവുമായി ഇടപെടാനുള്ള 3 കരണങ്ങളാണ് ശരീരവും വാക്കും മനസ്സും. ഇവയെ ത്രികരണങ്ങൾ എന്ന് പറയുന്നു. എന്നാൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ശരീരം, പിന്നീട് വാക്ക്, ഈ 2 കരണങ്ങളും സ്വമേധയാ ഒന്നിനും പ്രവൃത്തമാകുന്നില്ല. ശരീരത്തെയും വാക്കിനെയും പ്രവർത്തിപ്പിക്കുന്നത് വാസ്തവത്തിൽ മനസ്സാണ്. മനസ്സിന്റെ നിർദ്ദേശമോ മനസ്സങ്കല്പമോ കൂടാതെ സ്വന്തം നിലയ്ക്ക് ഒരു കാരണവശാലും ശരീരമോ വാക്കോ ഒരു കർമ്മത്തിലും ഒരു പ്രവൃത്തിയിലും ഏർപ്പെടുന്നില്ല. നമ്മളിങ്ങനെ ഇരിക്കുന്നു, അടുത്ത് എന്തെങ്കിലും വസ്തുക്കളുണ്ട്, അപ്പൊ കൈ താനേ പോയി ആ വസ്തുവിനെ എടുക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഇരിക്കുന്നു, മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ നടന്നു പോകുന്നു, കാലുകൾ താനെ സ്വന്തം നിലയ്ക്ക് എഴുന്നേറ്റ് നടന്നു പോകുന്നില്ല. നമ്മൾ ഇരിക്കുന്നു, നമ്മുടെ അടുത്തൊരു വ്യക്തി, മറ്റൊരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയോട് വാഗീന്ദ്രിയം സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും പറയുന്നില്ല. മറിച്ച് മനസ്സിന്റെ നിർദ്ദേശം കൊണ്ട് മാത്രമാണ് ശരീരവും വാക്കും അതാത് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് അഥവാ പ്രവൃത്തമാകുന്നത്. മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവുകയാണ്, ആ സ്ഥലത്തേക്ക് പോകണം. ശരീരം ആ സ്ഥലത്തേക്ക് പോകുന്നു. മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടാവുകയാണ്, ആ വ്യക്തിയോട് ഈ ഒരു കാര്യം പറയണം. വാക്ക് ആ കാര്യം പറയണം. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വാസ്തവത്തിൽ ശരീരശുദ്ധി, വാക്ശുദ്ധി എന്നിവയുടെ ആധാരം മനഃശുദ്ധിയാണ്. ശരീരത്തെയും വാക്കിനെയും നമുക്ക് നേരിട്ട് ശുദ്ധമാക്കാൻ കഴിയില്ല. അതായത് അവയ്ക്ക് സ്വന്തം നിലക്ക് ശുദ്ധീകരിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് നമ്മൾ ശരീര ശുദ്ധിയുടെ ഘട്ടത്തിൽ പഠിച്ചു ശുദ്ധോദക സ്നാനം എന്ന് പഠിച്ചു. ശുദ്ധജലത്തിൽ നിത്യമുള്ള സ്നാനം, ശുദ്ധ വസ്ത്രത്തെ ധാരണ ചെയ്യുന്നത്, ശുദ്ധമായ വായുവിനെ, ശുദ്ധമായ ഭോജനത്തെ, ശുദ്ധമായ ജലത്തെ അനുഭവിക്കുന്നത്, ദന്തനഖങ്ങളെയും കരപാദാദികളെയും ശുദ്ധമാക്കുന്നത്, ഇതെല്ലാം ശരീര ശുദ്ധിയാണെന്ന് പറഞ്ഞു. ശരീരശുദ്ധിക്ക് ഹേതുക്കളാണെന്ന് പറഞ്ഞു. നമുക്ക് മനസ്സിൽ നിന്ന് കൽപ്പനയില്ലാതെ, മനസ്സിൽ നിന്ന് ഇച്ഛയില്ലാതെ ആരെങ്കിലും കുളിക്കുമോ? ശരീരം സ്വന്തം നിലയ്ക്ക് പോയിട്ട് കുളിക്കുമോ? ഇന്ന് കുളിക്കണം, ഇപ്പോൾ കുളിക്കണം എന്ന ഇച്ഛയുണ്ടെങ്കിൽ കുളിക്കാൻ സാധിക്കും.
നല്ല ശുദ്ധമായ ഭക്ഷണം കഴിക്കണമെന്നുള്ള മനസ്സങ്കല്പം ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കും. അപ്പൊ ശരീരശുദ്ധി പോലും വാസ്തവത്തിൽ ആശ്രയിച്ചിരിക്കുന്നത് മനസ്സിന്റെ കൽപ്പനയാണ്. അതേപോലെ വാക്ക്, വർണ്ണാനാം ആവർജകത്വം, പദാനാം സ്ഫുടത, ഔചിത്യം, ലയം, ഏത് സന്ദർഭത്തിൽ നല്ല വാക്കുകളെ ഉച്ചരിക്കണം എന്നുള്ളത് നിർണയിക്കുന്നതും മനസ്സാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മനസ്സിന്റെ ശുദ്ധിയാണ്, മനസ്സിന്റെ വിശുദ്ധതയാണ് വാസ്തവത്തിൽ മറ്റ് കർണങ്ങളുടെയും വിശുദ്ധതയ്ക്ക് ആധാരമായിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിന്റെ ശുദ്ധതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. മനഃശുദ്ധിക്ക് വേണ്ടി സ്വാമി തൃപ്പാദങ്ങൾ ഒരുപാട് ഘടകങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ആർജവം, കരുണ, മൈത്രി, മാർദ്ദവം, ധൃതി, ത്രപ, അദ്വേഷം, പ്രണിധാനം. ഇതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഘടകമാണ് പ്രണിധാനം എന്നും. പ്രണിധാനം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ധ്യാനം, ഏകാഗ്രത എന്നൊക്കെയാണ്. പക്ഷെ ധ്യാനം എന്ന് പറയുന്നത് ഏത് വിഷയത്തെ നമുക്ക് ധ്യാനിക്കാം. മനസ്സിലെ അനേക വൃത്തികളുടെ വിഷയങ്ങളായി ഒരൊറ്റ വിഷയത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിലുള്ള ഏത് വിഷയത്തെയും ധ്യാനിക്കാം. ധ്യായതോ വിഷയാൻ പുംസ എന്നുള്ളൊരു ശ്ലോകം ഗീതയിൽ വരുന്നുണ്ട്. വിഷയങ്ങളെ ധ്യാനിക്കുന്ന പുരുഷൻ എന്നർത്ഥത്തിൽ. അപ്പൊ നമുക്ക് ഏതൊന്നിനെയും ധ്യാനിക്കാം. പക്ഷെ ആ ധ്യാനിക്കുന്ന വിഷയം, ധ്യാനിക്കുന്ന വസ്തു ഏറ്റവും ഉന്നതമായിരിക്കണം എന്നുള്ളതാണ് ഈ പ്രണിധാനം എന്ന വാക്കുകൊണ്ട് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഉന്നതമായ ഒന്ന്, അത് ഈശ്വരനാകാം, അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ ഒരു ദർശനം, ഒരു പ്രത്യയശാസ്ത്രമാകാം, ഏറ്റവും ഉന്നതമായ ഒരു വീക്ഷണമാകാം, ഏറ്റവും ഉന്നതമായ ഒരു ചിന്തകളാകാം. ഏറ്റവും ഉന്നതമായ ചിന്തകൾ എന്താണ്? ഉദ്ദിശ്യ ജഗതാം ഹിതം എന്ന് പറയുന്നു. ഈ ലോകത്തിന്റെ നന്മയെ കരുതിയുള്ള, ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിക്കാം എന്ന ചിന്തകൾ, ഈശ്വരോപാസനയ്ക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിക്കാം എന്ന ചിന്തകൾ, ശ്രേഷ്ഠമായ അറിവിനെ നേടിയെടുക്കാൻ എന്തെല്ലാം ചെയ്യാം എന്ന ചിന്തകൾ, ഇങ്ങനെ ഉന്നതമായ ഒന്നിനെ ലാക്കാക്കിക്കൊണ്ടുള്ള ചിന്തകൾ. ആ ചിന്തകള് നിരന്തരം മനസ്സിൽ കൊണ്ടുവരിക, മനസ്സിന്റെ എല്ലാ വൃത്തികളുടെയും വിഷയമായിട്ട് ഉന്നതമായ ഒരു ആശയം വരിക, ഇതിനെയാണ് പ്രണിധാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രണിധാനമാണ് വാസ്തവത്തിൽ നമ്മുടെ മനഃശുദ്ധിക്ക് ഏറ്റവും ശക്തമായിരിക്കുന്ന ഘടകം. ഏതു ഈ വിധം മനസ്സിനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വാക്കുകളും നമ്മുടെ ശരീര ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികളും ശുദ്ധമായി തീരുന്നു. വീണ്ടും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, മനസ്സിന്റെ ശുദ്ധി പോലും കേവലം മനസ്സിൽ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല. അതായത് ശരീരത്തിന്റെ ശുദ്ധി ശരീരത്തിൽ ആശ്രയിച്ചിരിക്കുന്നില്ല, മറിച്ച് മനസ്സിന്റെ കൽപ്പനകളെ ആശ്രയിച്ചിരിക്കുന്നു. മനസ്സ് ഏത് വിധം ചിന്തിക്കുന്നു അவ்விധം ശരീരവും പ്രവർത്തിക്കുന്നു. വാക്കിന്റെ ശുദ്ധി കേവലം വാക്കിൽ ആശ്രയിച്ചിരിക്കുന്നില്ല, മനസ്സിന്റെ കൽപ്പനകളെ ആശ്രയിച്ചിരിക്കുന്നു. മനസ്സ് ഏത് വിധം ചിന്തിക്കുന്നു ആ വിധം നമ്മൾ വാക്കുകൾ പ്രവർത്തിക്കുന്നു, വാക്കുകളിലൂടെ സംസാരിക്കുന്നു. ഇതേപോലെ തന്നെ മനസ്സിന്റെ ശുദ്ധിയും അത് മനസ്സിൽ ആശ്രയിച്ചിരിക്കുന്നില്ല, മറിച്ച് മനസ്സിന്റെ ശുദ്ധിക്കും ഹേതുവായി, ഘടകമായി മറ്റൊന്ന് വർത്തിക്കുന്നുണ്ട്. എന്താണ് ആ ഘടകം? ആ ഘടകം ഇന്ദ്രിയങ്ങളാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും, നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന സംസ്കാരം, വ്യക്തിത്വം, ആ സംസ്കാരം രൂപപ്പെടുന്നത് നാം എന്തിനെ കാണുന്നു, എന്തിനെ കേൾക്കുന്നു, എന്തിനെ മണക്കുന്നു, എന്തിനെ രുചിക്കുന്നു, എന്തിനെ സ്പർശിക്കുന്നു എന്നീ അനുഭവങ്ങളുടെ ആധാരത്തിലാണ് നമ്മുടെ വ്യക്തിത്വം ഉണ്ടാകുന്നത്, നമ്മുടെ മനസ്സ് രൂപീകരിക്കപ്പെടുന്നത്. ഒരു വ്യക്തി ഒരു ഗുരുകുലത്തിൽ ഇരിക്കുന്നു, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, ആധ്യാത്മിക സാധനകൾ ചെയ്യുന്നു, പ്രാർത്ഥനകൾ ചെയ്യുന്നു, ഗുരുവിന്റെ കൃതികളെ പഠിക്കുന്നു. ആ രീതിയിൽ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത് എല്ലാം തന്നെ ഒരു ഉന്നതമായ കാര്യത്തെയാണ്.
ആ കാര്യത്തിന്റെ ആധാരത്തിലാണ് ആ വ്യക്തിയുടെ മനസ്സ് രൂപീകരിക്കുന്നത്, വ്യക്തിത്വം രൂപീകരിക്കുന്നത്. അങ്ങനെ രൂപീകൃതമായ മനസ്സിൽ നിന്നാണ് വാക്കുകൾ പുറത്തേക്ക് വരുന്നത്, പ്രവൃത്തികൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ മനസ്സിന്റെ ശുദ്ധി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ദ്രിയങ്ങളിലൂടെ നാം ആർജിക്കുന്ന കാഴ്ചകളും കേൾവികളും നമ്മിൽ ഉണ്ടാക്കിയ സംസ്കാരത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ മനഃശുദ്ധിക്ക് നിദാനം ഇന്ദ്രിയ ശുദ്ധിയാണ്. ഗുരുദേവനുടെ പഞ്ചശുദ്ധിയുടെ ഒരു ക്രമം പറഞ്ഞിട്ടുണ്ട്. ആ ക്രമത്തിന് പരസ്പര സംബന്ധമുണ്ട്, ബന്ധമുണ്ട്. ശരീരശുദ്ധി ആദ്യം പറയുന്നു. ആ ശരീരശുദ്ധിയെ ഉണ്ടാക്കുന്നത് വാഗിന്ദ്രിയം ഉൾപ്പെടെയുള്ള കർമ്മേന്ദ്രിയങ്ങളാണെന്ന് അടുത്ത ഘട്ടത്തിൽ പറയുന്നു, വാക്ശുദ്ധിയിലൂടെ. ആ വാക്ശുദ്ധിയെ ഉണ്ടാക്കുന്നത് മനഃശുദ്ധിയാണെന്ന് പറയുന്നു. ആ മനഃശുദ്ധിയെ ഉണ്ടാക്കുന്നത് ഇന്ദ്രിയ ശുദ്ധിയാണ് എന്ന് പറയുന്നു. ഈ ആശയം ഒന്നുകൂടി പറയാം. നാം നിരന്തരം പല വസ്തുക്കളെയും കാണുന്നു, പലതിനെയും കാണുന്നു. നാം നിരന്തരം പലതിനെയും കേൾക്കുന്നു. നമ്മുടെ ലോകാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോകാനുഭവങ്ങൾ ശബ്ദം, രസം, സ്പർശം, രൂപം, ഗന്ധം എന്നീ 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങളല്ലാതെ നാം മറ്റൊന്നിനെ അനുഭവിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതാനുഭവം, ഓരോരുത്തരും പറയുന്നു എനിക്ക് ഒരുപാട് ജീവിതാനുഭവമുണ്ട്, ഞാൻ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന വ്യക്തിയാണെന്നൊക്കെ പറയുന്നു. ഈ ജീവിതാനുഭവങ്ങൾ എന്താണ്? ഈ ജീവിതാനുഭവങ്ങളെ നമ്മൾ ഏറ്റവും സംക്ഷിപ്തമാക്കി കഴിഞ്ഞാൽ ശബ്ദരസ സ്പർശ രൂപഗന്ധം, ഇത്രയോളം നമ്മുടെ ജീവിതാനുഭവം. നാം കുറെ കാര്യങ്ങളെ കാണുന്നു, കുറെ കാര്യങ്ങളെ കേൾക്കുന്നു, കുറെ കാര്യങ്ങളെ സ്പർശിക്കുന്നു, കുറെ കാര്യങ്ങളെ ഗന്ധം ചെയ്യുന്നു, അവയുടെ മണമറിയുന്നു, കുറെ കാര്യങ്ങളെ രുചിക്കുന്നു. ഈ അനുഭവങ്ങളല്ലാതെ വേറെ ഏത് അനുഭവമാണ് നമുക്കുണ്ടായിട്ടുള്ളത്? ഈ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മുടെ വ്യക്തിത്വം രൂപീകൃതമായിരിക്കുന്നത്. നാം ഇന്നോളം കണ്ട കാഴ്ചകൾ, നാം ഇന്നോളം കണ്ട ശബ്ദങ്ങൾ, ഇന്നോളം കേട്ട ശബ്ദങ്ങൾ, നാം ഇന്നോളം അറിഞ്ഞ കാര്യങ്ങൾ, ഇവയുടെ ആധാരത്തിലാണ് നമ്മുടെ മനസ്സ് പോലും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നോക്കൂ, മനഃശുദ്ധിക്ക് ഏറ്റവും സഹായകരമായ, മനഃശുദ്ധിയുടെ മുഖ്യ ഹേതു എന്ന് പറയുന്നത് ഇന്ദ്രിയ ശുദ്ധികളാണ്. അപ്പൊ ഇന്ദ്രിയ എന്ന് പറഞ്ഞാൽ ശബ്ദ രസസ്പർശ രൂപഗന്ധങ്ങളാകുന്ന ഈ അനുഭവങ്ങളെ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളെയാണ്, സ്വീകരിക്കാൻ വേണ്ടിയുള്ള കരണങ്ങളെയാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ശബ്ദം എന്ന് പറയുന്ന ആ അനുഭവം നമ്മൾ ചെവി അഥവാ ശ്രോത്രേന്ദ്രിയം എന്ന് പറയുന്ന ഇന്ദ്രിയത്തിലൂടെയാണ് അനുഭവിക്കുന്നത്. കാഴ്ചകൾ, രൂപം എന്ന് പറയുന്ന ആ അനുഭവത്തെ കണ്ണ് അഥവാ നേത്രേന്ദ്രിയം എന്ന് പറയുന്ന ഇന്ദ്രിയത്തിലൂടെയാണ് അനുഭവിക്കുന്നത്. സ്പർശമാകുന്ന അനുഭവത്തെ സ്പർശേന്ദ്രിയത്തിലൂടെ, ത്വകീന്ദ്രിയത്തിലൂടെ അനുഭവിക്കുന്നു. അങ്ങനെ ഈ ലോകത്തിന്റെ അനുഭവങ്ങളെ, ജ്ഞാനങ്ങളെ അനുഭവിക്കാനുള്ള ആ സൂക്ഷ്മമായ വസ്തുവിനെയാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ നമുക്ക് എപ്രകാരം ശുദ്ധമാക്കി മാറ്റാൻ സാധിക്കും എന്നതാണ് ഇന്ദ്രിയ ശുദ്ധിയിലൂടെ സ്വാമി തിരുപ്പാദങ്ങൾ പറയുന്നത്. ഗുരുവിന്റെ ഹോമമന്ത്രത്തിൽ അഗ്നേ തവ യത്തേജസ് തദ് ഭ്രാമം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധി ഇതി സപ്തജിഹ്വ ത്വയി വിഷയ ഇതി സമിതോ ജുഹോമി എന്ന് പറയുന്നു. ഈ മന്ത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാൾ രാവിലെ ഹോമം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ഇഷ്ടിയൊക്കെ വെച്ചൊരു ഹോമകുണ്ടം ഉണ്ടാക്കി. ആ ഹോമകുണ്ടത്തിൽ വിറകുകളൊക്കെ ഇട്ടു, അതിൽ അഗ്നി പകർന്നു, ജ്വലിപ്പിച്ചു. അങ്ങനെ ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ അഗ്നി തീനാമ്പുകൾ, വിവിധ നാമ്പുകളായിട്ട് മേൽപോട്ട് ഉയരും. ഈ തീനാമ്പുകൾ അഗ്നിയുടെ നാവുകളായിട്ട് സങ്കല്പിക്കണം. അങ്ങനെ തീനാമ്പുകളുടെ സ്വഭാവത്തെ മനസ്സിലാക്കി വിവിധ പ്രകാരത്തിലുള്ള, അതായത് മുഖ്യമായിട്ടും 7 പ്രകാരത്തിലുള്ള നാവുകൾ അഗ്നിക്കുണ്ട് എന്ന് ഒരു ഹോമ ഉപാസകൻ മനസ്സിലാക്കി. കാരണം നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അയാളെ നാവിലേക്കാണ് കൊടുക്കുന്നത്, മറ്റു ഇന്ദ്രിയങ്ങളിലേക്ക് ഭക്ഷണം വെക്കില്ല. കണ്ണിനെ നേരെ കാണിച്ച് കഴിക്കുമെന്ന് പറയില്ല. ഭക്ഷണത്തെ സ്വീകരിക്കുന്നത് രസനേന്ദ്രിയമാണ്. അപ്പൊ രസനേന്ദ്രിയത്തിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതേപോലെ ഹോമം ചെയ്യുമ്പോൾ ആ അഗ്നിയെ ഭഗവാനായിട്ട് സങ്കല്പിക്കുന്നു, അല്ലെങ്കിൽ
നമ്മുടെ ഇഷ്ടദേവത, ആ ഇഷ്ടദേവതയെ അഗ്നിയിലേക്ക് ആവാഹിക്കും. എന്തായാലും അഗ്നിയെ ഭഗവാനായിട്ട് സങ്കല്പിച്ചിട്ടാണ് എല്ലാവരും ഹോമം ചെയ്തത്. ആ ഭഗവാന് നമ്മൾ നിവേദ്യം കൊടുക്കുന്നു. അപ്പൊ അഗ്നിക്ക് ഒരു നിവേദ്യം കൊടുക്കുമ്പോൾ അതിനെ ആഹുതി എന്ന് പറയുന്നു. ആ ആഹുതി അഗ്നിയുടെ നാവിലേക്കാണ് കൊടുക്കുന്നത്. ഈ നാവ് എന്താണ്? ഈ നാവ് എന്ന് പറയുന്നത് ആ മേൽപോട്ട് ഉയരുന്ന തീനാമ്പുകളാണ്. ആ തീനാമ്പുകളുടെ സ്വഭാവ രീതികൾ മനസ്സിലാക്കി അതിനെ കാളി, കരാളി എന്നൊക്കെ 7 പേരുകളിൽ പൂർവാചാര്യന്മാർ പറയുന്നു. ചില തീനാമ്പുകൾ നല്ല ചുവന്ന വർണ്ണത്തോട് മേൽപോട്ട് ഉയരുന്നു. ചില തീനാമ്പുകൾ ഇങ്ങനെ പൊരിയായിട്ട് ഉയരുന്നു. അതിനെ സ്ഫുലിംഗിനി എന്ന് പറയുന്നു. ചില തീനാമ്പുകളിൽ അല്പം കാളിമയുണ്ടാകുന്നു. കറുത്ത വർണ്ണത്തോടു കൂടി മേൽപോട്ട് ഉയരുന്നു. അതിനെ കാളി എന്ന് പറയും. അങ്ങനെ വ്യത്യസ്തമായ തീനാമ്പുകൾ അഗ്നിയുടെ നാവായി മനസ്സിലാക്കി ആ തീനാമ്പുകളിലേക്ക് നെയ്യ്, എള്ള്, നാളികേരം, അവില്, മലര് തുടങ്ങിയ ആഹുതികള് ആ തീനാമ്പിലേക്ക്, അത് അഗ്നിയുടെ നാവാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് സമർപ്പിക്കുന്നു. ഇതാണ് ഹോമമന്ത്രത്തിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പിന്നീട് ഗുരു പറയുന്നു, ആ തീനാമ്പുകൾ എന്താണ്? അഗ്നിയുടെ തീനാമ്പുകൾ എന്താണ്? അഗ്നി തവ യത്തേജസ്തദ് ഭ്രാമം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധി ഇതി സപ്തജിഹ്വ. അങ്ങയുടെ 7 നാവുകൾ, സപ്തജിഹ്വകൾ എന്താണ്? ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയാണ്. 5 ഇന്ദ്രിയങ്ങൾ അഗ്നിയുടെ നാവായിട്ട് പറയുന്നു. 5 ഇന്ദ്രിയങ്ങൾ. അപ്പൊ ആ നാവിലൂടെയാണ് നമ്മൾ ആഹൂതികൾ സമർപ്പിക്കുന്നത് അഗ്നി ഭഗവാൻ. അപ്പൊ ചിന്തിച്ചു നോക്കൂ, നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ ശാന്തി ഹവനം ചെയ്തു, ഹോമമന്ത്രം ഉപയോഗിച്ച് ശാന്തി ഹവനം ചെയ്തു. ആ അഗ്നിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആഹൂതികള് ഏറ്റവും സാത്വികവും ഏറ്റവും ശ്രേഷ്ഠവുമായിരിക്കുമല്ലോ. നമ്മൾ കേടുവന്ന നാളികേരം, കേടുവന്നിങ്ങനെ പൂപ്പല് പിടിച്ച് എത്രയോ ദിവസം പഴകിയ നാളികേരം ആരെങ്കിലും ഹോമത്തിന് ഉപയോഗിക്കുമോ? ആഹുതിയായിട്ട് കൊടുക്കുമോ? ഇല്ല. അതേപോലെ രാജസികമായ പദാർത്ഥങ്ങൾ ആഹുതിയായി കൊടുക്കുമോ? ഇല്ല. കേടുവന്ന നെയ്യ് കൊടുക്കുമോ? ഇല്ല. ഏറ്റവും മോശമായ എള്ളു കൊടുക്കുമോ? ഇല്ല. എന്നൊരു ഹോമത്തിലേക്ക് നാം അർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും പവിത്രമായിരിക്കും, ഏറ്റവും ശുദ്ധമായിരിക്കും. ശുദ്ധമായ വസ്തുക്കളെ മാത്രമേ ദ്രവ്യമായിട്ട് ഹോമത്തിലേക്ക് സമർപ്പിക്കൂ. ഇപ്പൊ പണ്ട് കാലത്തൊക്കെ പുരാണങ്ങളിലൊക്കെ പറയാറുണ്ട്, വലിയ വലിയ ഋഷിമാരും രാജാക്കന്മാരും ഒക്കെ വലിയ ഹോമങ്ങൾ, യാഗങ്ങൾ, യജ്ഞങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ആ യജ്ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയൊരു ഫലം സിദ്ധിക്കും. ആ രാജാവിനായിക്കൊള്ളട്ടെ, ആ യജ്ഞത്തിന്റെ യജമാന സ്ഥാനത്തിരിക്കുന്ന ആർക്കും ആ യജ്ഞത്തിൻ്റെതായ വലിയൊരു ഫലം വന്നു ചേരും. അപ്പൊ വലിയ രീതിയിലുള്ള യാഗങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ആ ഫലം ആ രാജാവിലോ അല്ലെങ്കിൽ ആ യജ്ഞം ചെയ്യുന്ന യജമാനനിലോ വന്നു ചേരാതിരിക്കാൻ വേണ്ടി അസുരന്മാർ എന്ത് ചെയ്യും? അസുരന്മാർ ആകാശത്തൂടെ പറന്ന് ആ ഹോമ അഗ്നിയിലേക്ക് മാംസ കഷ്ണങ്ങൾ, രക്തം, അങ്ങനെ അശുദ്ധമായ എല്ലാം ആ ഹോമാഗ്നിയിലേക്ക് സമർപ്പിക്കും. അതോടുകൂടി ഈ ഹോമം അപൂർണമായി തീരുകയും അതിന്റെ ഫലം യജമാനിൽ വന്നു ചേരാതിരിക്കുകയും ചെയ്യും. ഇത് പുരാണങ്ങള് സർവത്ര കാണാൻ സാധിക്കുന്ന ഒരു ആഖ്യാനമാണ്. ഈ ഹോമത്തിന് അസുരന്മാര് വിവിധ പദാർത്ഥങ്ങളിട്ട് ഹോമത്തിന് അശുദ്ധമാക്കുന്നത്. അപ്പൊ താല്പര്യം എന്താണ്? നമ്മൾ ഹോമത്തിലേക്ക്, യജ്ഞകുണ്ടത്തിലേക്ക്, അത് ഏത് ഹോമം ചെയ്താൽ, അത് ശാന്തി ഹോമമായാലും ഇന്ന് നിലനിൽക്കുന്ന ഏത് ഹോമ ആചാരം നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ആ അഗ്നിയിലേക്ക് ഏറ്റവും ശുദ്ധമായ പദാർത്ഥങ്ങളെ സമർപ്പിക്കാൻ പാടുള്ളൂ ആഹുതിയായിട്ട്. കാരണം എന്താണ്? അഗ്നി സ്വയം ഭഗവാനാണ്. ഭഗവാനിലേക്ക് നമ്മൾ മോശമായ വസ്തുക്കളൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പൊ ഗുരു പറയുകയാണ്, ഈ അഗ്നി എവിടെയാണ്? ഈ അഗ്നിയുടെ തീനാമ്പുകള്, ആ തീനാമ്പുകൾ ത്വദീയ ഇന്ദ്രിയാണി, നിന്റെ ഇന്ദ്രിയങ്ങളാണ് അഗ്നിയുടെ തീനാമ്പുകൾ. കണ്ണ് ഒരു ഇന്ദ്രിയമാണ്, അത് അഗ്നിയുടെ തീനാമ്പാണ്. ചെവി ഒരു ഇന്ദ്രിയമാണ്, അത് അഗ്നിയുടെ തീനാമ്പാണ്. അപ്പൊ ഇത് അഗ്നിയുടെ തീനാമ്പാണെങ്കിൽ ഈ തീനാമ്പിലേക്ക് നാം അർപ്പിക്കുന്ന ആഹുതികൾ എന്താണ്? നെയ്യാണോ? ഒരല്പം നെയ്യെടുത്ത് ചെവിയിലേക്ക് ഒഴിക്കുന്നു, ഒരല്പം നെയ്യെടുത്ത് കണ്ണിലേക്ക് ഒഴിക്കുന്നു. നെയ്യാണോ ഈ അഗ്നിയുടെ തീനാമ്പാകുന്ന കണ്ണിലേക്കും ചെവിയിലേക്കും ഒഴിക്കേണ്ടത്? നെയ്യല്ല, മറിച്ച് എന്താണ്? വിഷയങ്ങളാണ്. ഓരോ വിഷയങ്ങളും, കണ്ണ് എന്ന് പറയുന്ന തീനാമ്പിലേക്ക് നാം കൊടുക്കുന്ന വിഷയങ്ങൾ രൂപങ്ങളാണ്, കാഴ്ചകളാണ്. ചെവി എന്ന് പറയുന്ന തീനാമ്പിലേക്ക് നാം കൊടുക്കുന്ന വിഷയങ്ങൾ ശബ്ദങ്ങളാണ്.
അപ്പൊ ഉള്ളിൽ ജനിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്ന അഗ്നി, ആ അഗ്നി ഒരു തീനാമ്പുകളാകുന്ന ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളിലേക്ക് നാം കൊടുക്കേണ്ട ആഹുതികൾ ഏറ്റവും ശ്രേഷ്ഠമായി തീരണം. മോശമായ കാഴ്ചകൾ കണ്ണിലൂടെ ആഹുതിയായിട്ട് കൊടുക്കരുത്. മോശമായ ശബ്ദങ്ങൾ ചെവിയിലൂടെ ആഹുതിയായിട്ട് കൊടുക്കരുത്. മോശമായ സ്പർശം ത്വകീന്ദ്രിയത്തിലൂടെ ആഹുതിയായിട്ട് കൊടുക്കരുത്. കാരണം എന്തുകൊണ്ടാണ്? ഇത് സാക്ഷാൽ ഉള്ളിൽ ജ്വലിക്കുന്ന ഈശ്വരൻ ഉള്ളിൽ ഹോമാഗ്നിയായിട്ട് ജ്വലിക്കുന്നുണ്ട്. ആ ഈശ്വരനെ കൊടുക്കുന്ന നെയ്യാണ് കാഴ്ചകൾ, ആ ഈശ്വരനെ കൊടുക്കുന്ന എള്ളാണ് കാഴ്ചകൾ. അതുകൊണ്ട് നാം എങ്ങനെയാണ് ഒരു ഹോമം ചെയ്യുന്ന സമയത്ത് ഏറ്റവും പവിത്രമായ വസ്തുക്കൾ അതിൽ അർപ്പിക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരൻ, ആ ഈശ്വരന്റെ തീനാമ്പുകളാവുന്ന കണ്ണിലൂടെയും മൂക്കിലൂടെയും മറ്റ് ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും നാം പകർന്നു കൊടുക്കുന്ന വിഷയങ്ങളാകുന്ന ആഹുതികൾ ഏറ്റവും ശുദ്ധമായിരിക്കണം. മോശമായ ആഹുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാപം വന്നു ചേരും. കാരണം ഹോമത്തില് ഈശ്വരാരാധനയിൽ മോശമായ വസ്തുക്കൾ അർപ്പിച്ചു കഴിഞ്ഞാൽ പാപം വന്നു ചേരുമെന്ന് പറയുന്നു. അപ്പൊ നോക്കൂ, ഇന്ദ്രിയ ശുദ്ധിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്. അപ്പൊ ഇന്ദ്രിയ ശുദ്ധിയുടെ ഏറ്റവും പ്രാഥമികമായ ഒരു അർത്ഥം എന്ന് പറയുന്നത്, ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ നാം ഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായി തീരണം. കാരണം ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ നാം ഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ മനസ്സിനെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടായ മനസ്സിൽ നിന്ന് വരുന്ന ഇച്ഛകൾക്കനുസരിച്ചാണ് വാഗിന്ദ്രിയവും ശരീരവും പ്രവർത്തിക്കുന്നത്. അപ്പൊ നോക്കൂ, ഇപ്പൊ ശരീരശുദ്ധിയുടെയും വാക്ശുദ്ധിയുടെയും മനഃശുദ്ധിയുടെയും ഹേതുവായിട്ട് ഇന്ദ്രിയങ്ങളുമാണ്. ഇപ്പൊ ഒരു വ്യക്തി, ആ വ്യക്തി ഏത് തരം കാഴ്ചകൾ, ഏത് തരം കേൾവികളെ അനുഭവിച്ച് ആണ് ഇത്രയും കാലം വന്നത്, അതിനനുസരിച്ചല്ലേ ആ വ്യക്തിയുടെ സംസ്കാരം ഉണ്ടായിരിക്കുന്നത്. ഒരാള് ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നു, വർഷങ്ങളായിട്ട് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ ആ വ്യക്തിയുടെ പെരുമാറ്റത്തിലും സംസ്കാരത്തിലും ഒരു ക്ഷേത്ര സംസ്കാരം കാണാൻ സാധിക്കും. ഒരു വ്യക്തി ഗുരുമന്ദിരത്തില് വർഷങ്ങളായിട്ട്, ഒരു അമ്മ, അപ്പൊ എനിക്കൊരു അമ്മയെ അറിയാം, വടക്കൻചേരിയിൽ എത്രയോ വർഷങ്ങളായിട്ട് ആ അമ്മ ഗുരുമന്ദിരത്തിൽ, കുഞ്ഞുനാൾ മുതലേ ഗുരുമന്ദിരത്തിൽ വരുന്നു, മാല കെട്ടുന്നു, ഗുരുവിനെ ചാർത്തുന്നു, ആ ഗുരുമന്ദിരത്തിൽ തൂത്തുവാരുന്നു, വൃത്തിയാക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ചതയം വരുമ്പോൾ അതിന് പങ്കെടുക്കുന്നു, അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു. അവര് വേറെ യാതൊന്നും പഠിച്ചിട്ടില്ല കാര്യമായിട്ട്, ഗുരുവിന്റെ കൃതികളോ അല്ലെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രങ്ങളോ. ഇന്ന് നമ്മൾ പല വക്താക്കളും പറയുന്ന പോലെ പ്രൗഢമായ രീതിയിൽ എന്തെങ്കിലും സംസാരിക്കാൻ അവർക്ക് സാധിക്കില്ല. പക്ഷേ അവരുടെ അസാമാന്യമായ ഒരു വ്യക്തിത്വം കാരണം ആ ഗ്രാമത്തിലുള്ള ഗുരുഭക്തർക്ക്, ആ ഗ്രാമത്തിലുള്ള എല്ലാ ആളുകൾക്കും അവരോട് വലിയ ബഹുമാനമാണ്. അവരുടെ പെരുമാറ്റത്തിലും ജീവിതത്തിലും വലിയൊരു ഉന്നതമായ എന്തോ ഒരു ഈശ്വരീയത പൊതുസമൂഹത്തിന് കാണാൻ കഴിയും. എന്തുകൊണ്ട്? കാരണം വർഷങ്ങളായിട്ട് കേൾക്കുന്നത്, കാണുന്നത്, അനുഭവിക്കുന്നത്, സ്പർശിക്കുന്നത് എല്ലാം തന്നെ ഗുരുമയമാണ്. ആ ഗുരുമയമായ ഭാവം അവരുടെ ഉള്ളില് ഒരു വലിയൊരു വ്യക്തിത്വത്തെ ഉണ്ടാക്കി കഴിയും. അപ്പൊ നമ്മുടെ സംസ്കാരം, നമ്മുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നത്, നമ്മുടെ കാഴ്ചപ്പാടുകളെ രൂപീകരിക്കുന്നത് എല്ലാം തന്നെ ഇന്ദ്രിയങ്ങളിലൂടെ നാം സമാർജിക്കുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് കുഞ്ഞുനാളിലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ കാണുവാൻ പഠിപ്പിക്കുക, ശ്രേഷ്ഠമായ കേൾവികളെ കേൾക്കുവാൻ പഠിപ്പിക്കുക. ഭദ്രം കർണേഭി ശൃണിയാമ ദേവാഹ ഭദ്രം പശ്യേമാക്ഷതിര്യജത്രാഹ. നാം ചൊല്ലുന്നൊരു ശാന്തി മന്ത്രമാണ്. ഈ ശാന്തി മന്ത്രം ചൊല്ലി ശിവഗിരിയില് ഹോമം ചെയ്യുന്ന സമയത്ത് ഹവിസ് ആഹുതികൾ അർപ്പിക്കുന്നു. നമ്മളും ഹോമം ചെയ്യുമ്പോൾ ശാന്തി മന്ത്രങ്ങൾ ചൊല്ലി ആഹുതികൾ അർപ്പിക്കുന്നു. എന്താണ് ആ ശാന്തി മന്ത്രത്തിന്റെ താല്പര്യം? വയം യജത്രാഹ അക്ഷിഭിഹി ഭദ്രം പശ്യേമ. ഞങ്ങൾ യജിക്കുന്നവർ, ഞങ്ങൾ ആരാധിക്കുന്നവർ ഞങ്ങളുടെ കണ്ണിലൂടെ ശ്രേഷ്ഠമായ കാര്യങ്ങളെ മാത്രം കാണുമാറാകട്ടെ, ഞങ്ങളുടെ കാതുകളിലൂടെ ശ്രേഷ്ഠമായ കാര്യങ്ങളെ മാത്രം ശ്രവിക്കുമാറാകട്ടെ എന്നൊരു ഉന്നതമായ പ്രാർത്ഥനയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ഇന്ദ്രിയ ശുദ്ധിയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും സാത്വികമായ കാര്യങ്ങളെ മാത്രം നാം അറിയുക, ഗ്രഹിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് മറ്റെല്ലാ പ്രവർത്തനങ്ങളും വരുന്നത്. അപ്പൊ ആ ഇന്ദ്രിയ ശുദ്ധിക്ക് വേണ്ടി സ്വാമി തൃപ്പാദങ്ങൾ ചില കാര്യങ്ങളെ പറഞ്ഞിരിക്കുന്നു. ശ്ലോകം 96, ശ്ലോകം 96. അപ്രിയാർത്ഥേഷ്വപ്രവൃത്തി അപീഡനമലാളനം അയുക്താ സംസ്തവശ്ചൈതേ ശുദ്ധ്യതീന്ദ്രിയ പഞ്ചകം. ഒന്നുകൂടി ചെല്ലാം. അപ്രിയാർത്ഥേഷ്വപ്രവൃത്തി അപീഡനമലാളനം അയുക്താ സംസ്തവശ്ചൈതേ
ശുദ്ധ്യതീന്ദ്രിയ പഞ്ചകം. അപ്പൊ ഇന്ദ്രിയ ശുദ്ധിക്ക് വേണ്ടി നാം പാലിക്കേണ്ടുന്ന 3 കാര്യങ്ങളെ കുറിച്ച് ഗുരു ഈ ശ്ലോകത്തിൽ പറയുന്നു. ഒന്നാമത്തെ കാര്യമാണ് അപ്രിയാർത്ഥേഷു അപ്രവൃത്തി. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമാണ് അപീഡനം അലാളനം. ഇന്ദ്രിയങ്ങളെ വല്ലാതെ പീഡിപ്പിക്കാതിരിക്കുക, വല്ലാതെ അവയെ ലാളിക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യമാണ് അയുക്ത സംസ്തവം. യോഗ്യമില്ലാത്തവയെ സ്തുതിക്കാതിരിക്കുക, പ്രശംസിക്കാതിരിക്കുക. ഈ 3 കാര്യങ്ങളും ഇന്ദ്രിയ ശുദ്ധിക്ക് അനിവാര്യമാണെന്ന് ഗുരു പറയുന്നു. അപ്പൊ അപ്രിയാർത്ഥേഷു അപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഒരു ചോദ്യം, ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ വലിയ മടിയാണ്, പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പഠിക്കാതിരിക്കുക എന്നാണ് അർത്ഥം. ആ വിദ്യാർത്ഥിക്ക് ഇഷ്ടമില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ജോലിക്ക് പോകണം, ആ ജോലി ചെയ്താൽ നല്ല വരുമാനം ലഭിക്കുന്നു, അദ്ദേഹത്തിന്റെ കുടുംബം പുലരുന്നു, പക്ഷെ പുള്ളിക്ക് ആ ജോലി ഇഷ്ടമില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല, ഞാൻ ആ ജോലി ചെയ്യുന്നില്ല. അങ്ങനെയാണോ നമ്മൾ അർത്ഥം മനസ്സിലാക്കേണ്ടത്? അപ്രിയാർത്ഥേഷു അപ്രവൃത്തി, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളത്. ഈ ഇഷ്ടമില്ലാത്ത എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഒരു വ്യക്തിക്ക് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ ആശ്രയിച്ചിരിക്കുന്നില്ല, മറിച്ച് എൻ്റെ ഐഡന്റിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ഐഡന്റിറ്റി ഉണ്ട്. ആ വ്യക്തി ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഐഡന്റിറ്റി. സ്വാഭാവികമായ ഐഡന്റിറ്റിയുമുണ്ട്, ആർജിതമായ ഐഡന്റിറ്റിയുമുണ്ട്. സ്വാഭാവികമായ ഐഡന്റിറ്റിയാണ് പുരുഷൻ, സ്ത്രീ, പശു, പക്ഷി, മൃഗം. ഇത് ജന്മന ആ വ്യക്തി ഇന്നതാണെന്ന് ബോധിപ്പിക്കുന്നു. അതൊരു സ്ത്രീയാണ്, അതൊരു പുരുഷനാണ്, അല്ലെങ്കിൽ അതൊരു ബാലനാണ്, അതൊരു വൃദ്ധയായ അമ്മയാണ് എന്നത് സ്വാഭാവികമായ ഐഡന്റിറ്റി ഉണ്ട്. ഇനി ആർജിതമായ ഐഡന്റിറ്റി എന്താണ്? ആർജിതമായത് നമ്മൾ പിന്നീട് ആർജിച്ച കാര്യങ്ങൾ. ആ വ്യക്തി ഒരു സന്യാസിയാണ്. അപ്പൊ സന്യാസം എന്നുള്ളത് ആ വ്യക്തിയുടെ ഐഡന്റിറ്റിയാണ്. ആ വ്യക്തി ഒരു വക്കീലാണ്, ആ വ്യക്തി ഒരു ഡോക്ടറാണ്, അവൻ ഒരു വിദ്യാർത്ഥിയാണ്, പഠിതാവാണ്. അപ്പൊ ഈ ഐഡന്റിറ്റിക്ക് വിരുദ്ധമായ കാര്യങ്ങളിൽ നാം പ്രവർത്തിക്കാതിരിക്കുക. ഇതിനെയാണ് അപ്രിയാർത്ഥേഷു അപ്രവൃത്തി എന്ന് പറയുന്നത്. ഒരു സന്യാസിയാണ് ഒരു വ്യക്തി, സന്യാസി എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി എങ്കിൽ ആ സന്യാസ വൃത്തിക്ക് വിരുദ്ധമായ കാര്യങ്ങളിൽ ആ വ്യക്തി പ്രവർത്തിക്കാതിരിക്കുക. ഒരു ഗൃഹസ്ഥൻ ആ ഗൃഹസ്ഥന്റെ ഐഡന്റിറ്റി അനുസരിച്ച് പ്രവർത്തിക്കുന്ന കാര്യം ചിലപ്പോൾ സന്യാസിയുടെ ഐഡന്റിറ്റി അനുസരിച്ച് അത് പ്രവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് രണ്ടുപേരുടെയും അപ്രവൃത്തി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരേ അളവുകോലിലുള്ള അപ്രവൃത്തിയല്ല. ആ വ്യക്തിയുടെ തിരിച്ചറിവിന്റെ ഐഡന്റിറ്റിയുടെ ആധാരത്തിലാണ് ആ വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സന്യാസി, ഈ അധ്യായത്തിൽ തന്നെ അവസാന അധ്യായത്തിൽ സന്യാസത്തെ കുറിച്ച് ഗുരു പറയുന്നുണ്ട്. ഒരു സന്യാസിയെ സംബന്ധിച്ച് ആ സന്യാസിയുടെ അപ്രിയമായ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും പൊതുവായ ധാരണയുണ്ട്. ആ കാര്യങ്ങളിൽ ആ സന്യാസി പ്രവർത്തിക്കാതിരിക്കുക. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രിയമുള്ള കാര്യമാണ് പഠിക്കുക എന്നുള്ളത്. ആ വിദ്യാർത്ഥിക്ക് പഠിക്കാനോ പഠിക്കാതിരിക്കാനോ സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടവുമുണ്ട്, അതിവിടെ ബാധിക്കുന്നില്ല. മറിച്ച് ആ വിദ്യാർത്ഥി എന്നുള്ള ഐഡന്റിറ്റിയുടെ ഏറ്റവും പ്രിയമുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് പഠിക്കുക. ഏറ്റവും അപ്രിയമായ കാര്യമാണ് പഠിക്കാതിരിക്കുക. അപ്പൊ പഠിക്കാതിരിക്കുക എന്നുള്ള അപ്രിയമായ കാര്യത്തിൽ ഒരു വിദ്യാർത്ഥി ഏർപ്പെടാതിരിക്കുക. അതേപോലെ നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ ചിഹ്നം, അതിന് വിരുദ്ധമായ കാര്യങ്ങളിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ടുപോകാതിരിക്കുക. ഇങ്ങനെയാണ് ഇന്ദ്രിയ ശുദ്ധിയെ കൊണ്ടുവരേണ്ടത്. അപ്പൊ ആദ്യഘട്ടത്തിൽ അപ്രിയാർത്ഥേഷു അപ്രവൃത്തി, നമ്മുടെ വ്യക്തിത്വത്തിന്, നമ്മുടെ ഐഡന്റിറ്റിക്ക് വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ടുപോകാതിരിക്കുക. അപ്പൊ അതിന് നമുക്ക് അല്പം സംയമനം ആവശ്യമാണ്. ഇപ്പൊ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥി മറ്റുള്ള കുട്ടികൾ, അവന്റെ സഹപാഠികളോ അല്ലെങ്കിൽ അവന്റെ മിത്രങ്ങളോ വൈകിട്ട് ഇങ്ങനെ പാടത്തും വരുമ്പത്ത് കളിക്കുന്നു. അവൻ വീട്ടിലിരുന്ന് കാണുന്നു, ഈ കാഴ്ച കാണുന്നു.
അപ്പൊ അവന് കളിക്കാൻ ആഗ്രഹമുണ്ട്, ഇന്ദ്രിയങ്ങൾക്ക് ആ കളിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനെ സംയമനം ചെയ്യുന്നു. കാരണം എനിക്ക് പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉയർന്ന ജീവിത സാഹചര്യത്തിലേക്ക് പോകാൻ സാധിക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് അവരുടെ കൂടെ പങ്കെടുത്ത് കളിച്ച് ഉല്ലസിക്കുക എന്നുള്ള സ്വാഭാവികമായ ഇന്ദ്രിയത്തിന്റെ ആഗ്രഹത്തെ ആ വ്യക്തി സംയമനം ചെയ്യുകയാണ്, ത്യാഗം ചെയ്യുകയാണ്. അപ്പൊ സംയമനം ഉണ്ടെങ്കിൽ, അല്പമെങ്കിലും സംയമനം ഉണ്ടെങ്കിൽ നമുക്ക് അപ്രവൃത്തികളിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോകാതിരിക്കാൻ കഴിയും. പക്ഷെ ഈ സംയമനം തീക്ഷ്ണമാകരുത്. അതുകൊണ്ട് ഗുരു അടുത്ത വാക്കിലൂടെ മുന്നറിയിപ്പ് തരികയാണ്, എങ്ങനെയാണ് നാം സംയമനം പാലിക്കേണ്ടത്. പറയുന്നു, അപീഡനം, അലാളൻ. ഇന്ദ്രിയങ്ങളെ വല്ലാതെ പീഡിപ്പിക്കരുത്. ഞാൻ അതിലൊന്നും പോകില്ല, പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് ഇന്ദ്രിയങ്ങളുടെ സ്വാഭാവികമായ പ്രവർത്തനത്തെ വല്ലാതെ ബലപൂർവ്വം തടയരുത്. ബലപൂർവ്വം തടഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ മാനസികമായ സംഘർഷത്തിലേക്ക് നയിക്കും. അപ്പൊ മനഃശുദ്ധിക്ക് പകരം മനസ്സിന് അശുദ്ധി വർദ്ധിക്കും, നമ്മുടെ വ്യക്തിത്വം ആകെ താറുമാറാണ്. അപ്പൊ അപീഡനം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ വല്ലാതെ പീഡിപ്പിക്കാതിരിക്കുക, ശ്രദ്ധാപൂർവം വിനിയോഗിക്കുക. അപ്പൊ മനസ്സിനെ സംബന്ധിച്ച് നാം ഈ മനസ്സ് എന്ന് പറയുന്ന കാര്യം ഏറ്റവും അധികം വെറുക്കുന്ന കാര്യം എന്താണ്? ആ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പൊ നാം മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു നോക്കൂ, മനസ്സ് വല്ലാതെ നമ്മളോട് ഫൈറ്റ് ചെയ്യാൻ വരും, യുദ്ധം ചെയ്യാൻ വരും. കാരണം മനസ്സിന് ഒട്ടും ഇഷ്ടമല്ല. ചില നല്ല വാശിയുള്ള കുഞ്ഞുങ്ങൾ, ആ വാശിയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ തടഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് പൊട്ടിത്തെറിക്കും, ബഹളം വെക്കും, കരയും. അതേപോലെയാണ് മനസ്സ്. മനസ്സിനെ സംബന്ധിച്ച് ഈ ലോകത്ത് ഇഷ്ടമില്ലാത്ത ഏറ്റവും പ്രബലമായ കാര്യം, മനസ്സിനെ ആരും നിയന്ത്രിക്കരുത്, മനസ്സിനെ ചുമ്മാ അതിന്റെ വഴിക്ക് പോകണം. അപ്പൊ നമ്മൾ മെല്ലെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിങ്ങനെ തിരിച്ചറിയും, ഇവൻ എന്നെ നിയന്ത്രിക്കാൻ വരുന്നു, ഇവൻ എന്നെ കൺട്രോൾ ചെയ്യാൻ വരുന്നു, ഇവൻ എന്നെ വേലിക്കെട്ടിനുള്ളിൽ ഒതുക്കാൻ വരുന്നു എന്ന് മനസ്സിന് മനസ്സിലായാൽ മനസ്സ് നമ്മളോട് ഏറ്റുമുട്ടാൻ വേണ്ടി വരും. അപ്പൊ നമുക്ക് ആ കാര്യം വിജയിക്കില്ല. അതുകൊണ്ട് വളരെ നയപരമായിട്ട് മനസ്സിനെ ചെറുതായ രീതിയിൽ മനസ്സിനൊന്ന് പ്രോത്സാഹിപ്പിച്ച് ക്രമേണ അപ്രിയമായ കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അല്ലാതെ ഒറ്റയടിക്ക് മനസ്സെ, ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഞാൻ പുറത്തെവിടെയും പോകില്ല, സംസാരിക്കുക, ആരെയും കാണില്ല, ഞാൻ പഠിക്കുക മാത്രം ചെയ്യും എന്ന് കരുതി നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ ക്രമേണ മനസ്സംഘർഷം കൂടി വരും. അതുകൊണ്ട് ബുദ്ധിപൂർവമായിട്ട് മനസ്സിനെ പീഡിപ്പിക്കാതെ മനസ്സിന്റെ ഇച്ഛകളെ ചെറുതായ രീതിയിൽ അതിനെ പൂർത്തീകരിച്ചുകൊണ്ട് ആ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കുക. അതിനെയാണ് അപീഡനം എന്ന് പറയുന്നത്. അപീഡനം, പീഡിപ്പിക്കാതിരിക്കുക ഇന്ദ്രിയങ്ങളെ. ഇനി അലാളനം, അമിതമായിട്ട് ലാളിക്കാതിരിക്കുക. ഇപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് അവരുടെ സ്വാഭാവികമായ ഒഴുക്കുണ്ട്. കണ്ണിനെ സംബന്ധിച്ച് കണ്ണിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നല്ല നല്ല ആകർഷകങ്ങളായ കാഴ്ചകളെ കാണുക. ഈ പല ആകർഷകങ്ങളായ കാഴ്ചകളും നമ്മളെ വലിയ കുഴിയിലേക്ക് കൊണ്ട് ചാടിക്കും. ചെവിയെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ആകർഷകങ്ങളായ ശബ്ദങ്ങളെ കേൾക്കുക. അപ്പോ ഇന്ദ്രിയങ്ങളുടെ സ്വാഭാവികമായ ഇച്ഛയെ വല്ലാതെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല, വല്ലാതെ അതിനെ ലാളിക്കാൻ പാടില്ല. ലാളിച്ചു കഴിഞ്ഞാലും അപകടമാണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങളെയും ഗുരുദേവൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. അപീഡനം, അമിതമായിട്ട് പീഡിപ്പിക്കരുത്, അമിതമായിട്ട് ലാളിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. ഒരു മിതമായ രീതിയിൽ ഇന്ദ്രിയങ്ങളെ അപ്രിയാർത്ഥേഷു അപ്രവൃത്തി എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇനി മൂന്നാമത്തെ കാര്യമാണ്, ഇന്ദ്രിയ ശുദ്ധിക്ക് നിദാനമായ മൂന്നാമത്തെ കാര്യമാണ് അയുക്ത സംസ്തവ എന്നുള്ളത്. സംസ്തവ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക, സ്തോത്രം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്തുതിക്കുക, ഒന്നിനെ സ്തുതിക്കുക. ആരെയാണ് സ്തുതിക്കേണ്ടത്? യോഗ്യമായതിനെ സ്തുതിക്കണം. യോഗ്യമല്ലാത്തവയെ നാം സ്തുതിക്കാൻ പോകുന്നു. ഇപ്പൊ നമ്മൾ ചിന്തിക്കും, നാം എന്തിനെയാണ് സ്തുതിക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ള ഒന്നിനെയാണ് നാം സ്തുതിക്കുന്നത്. നമ്മുടെ ആരാധനയ്ക്ക്, നമ്മുടെ പ്രേമത്തിന് ആസ്പദമായിരിക്കുന്ന ഒന്നിനെയാണ് നാം സ്തുതിക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ച് നാം സ്തുതി പറയുമോ? നമ്മുടെ ഉള്ളിൽ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു ഭാവത്തോട്, ഏതെങ്കിലും ഒന്നിനോടൊരു പ്രേമവൃത്തി ഉള്ളിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയെ സ്തുതിക്കും. ആ വ്യക്തി ശ്രേഷ്ഠമാണ്, എത്ര നല്ല വ്യക്തിയാണ്, നല്ല ഗുണങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു. കാരണം നമ്മൾ ഏറ്റവും പ്രാഥമികമായിട്ട് നമുക്ക് ഒന്നിനോട് ഇഷ്ടം വേണം, അതിനോട് ആരാധന വേണം, അതിനെ മാത്രമേ നാം സ്തുതിക്കൂ. നാം എന്തുകൊണ്ട് ഗുരുവിനെ സ്തുതിക്കുന്നു? കാരണം ഗുരു നമ്മുടെ ആരാധനയ്ക്ക് വിഷയമാണ്. ഗുരുവിനോട് നമുക്ക് പ്രേമമുണ്ട്.
ഇനി അടുത്ത ഘട്ടം, നാം എന്തിനെയാണോ സ്തുതിക്കുന്നത്, എന്തിനെയാണോ പുകഴ്ത്തുന്നത്, എന്തിനെയാണോ ആരാധിക്കുന്നത്, അതിനെ അനുകരിക്കാൻ വേണ്ടി മനസ്സ് വളരെ സൂക്ഷ്മമായിട്ട് ശ്രമിക്കും. ഇപ്പോ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക്, യുവാക്കൾക്ക് സിനിമാ താരങ്ങൾ ഇഷ്ടമാണെന്ന് കരുതും. സിനിമാ താരങ്ങൾ അവർ ആരാധിക്കുന്നു. അപ്പൊ സിനിമാ താരങ്ങളെ ആരാധിച്ചു കഴിഞ്ഞാൽ ക്രമേണ ആ സിനിമാ താരത്തിന്റെ ഭാവത്തെയും ജീവിതത്തെയും എല്ലാം ആ വ്യക്തി സ്വന്തം ജീവിതത്തിൽ അനുകരിക്കുന്നത് കാണാൻ സാധിക്കും. അതെല്ലാ മേഖലയിലും അങ്ങനെയാണ്. അപ്പോ സ്തുതിക്കപ്പെടുന്ന വിഷയത്തെ, സ്തുതിക്കുന്ന വസ്തുവിനെ സ്വജീവിതത്തിൽ അനുകരിക്കാനുള്ള പ്രവണത എല്ലാവർക്കും ഉണ്ട്. അപ്പോ സ്തുതിക്കുന്ന വസ്തു ഏറ്റവും ശ്രേഷ്ഠമാണെങ്കിൽ ആ ശ്രേഷ്ഠമായതിനെയാണ് നാം അനുകരിക്കുന്നത്. ശ്രേഷ്ഠമായതിനെ അനുകരിച്ചു കഴിഞ്ഞാൽ ഉന്നതമായൊരു മനസ്സംസ്കാരം നമ്മുടെ ഉള്ളിൽ രൂപീകരിക്കപ്പെടും. നാം ഗുരുവിനെ സ്തുതിക്കുന്നു, ഗുരുവിന്റെ ജീവിതത്തെ സ്വന്തം ജീവിതത്തിൽ അനുകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉയർന്ന കാര്യമല്ലേ. സ്വാമി തൃപ്പാദങ്ങൾ ഈ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ഒരേ ഭാവത്തോട് കണ്ടു, നമ്മളും അതിനെ അനുകരിക്കുന്നു, ഒരേ ഭാവത്തോടു കൂടി കാണുന്നു. സ്വാമി തൃപ്പാദങ്ങളുടെ വീക്ഷണം, കാഴ്ചപ്പാട്, ഓരോ വിഷയത്തിലുമുള്ള സ്വാമി തൃപ്പാദങ്ങളുടെ അഭിപ്രായങ്ങൾ, അതെല്ലാം നാം നമ്മുടെ സ്വജീവിതത്തിൽ അനുകരിച്ച് പകർത്തിയാൽ നമ്മുടെ ജീവിതം ശ്രേഷ്ഠമായി തീരുമല്ലോ. മറിച്ച് യോഗ്യതയില്ലാത്ത ഒന്നിനെയാണ് നാം സ്തുതിക്കുന്നുവെങ്കിൽ, നാം ഒന്നിനെ പ്രകീർത്തിക്കുന്നു, പുകഴ്ത്തുന്നു, അതായത് ഒരു ആശയത്തെ നാം സ്വീകരിക്കുന്നു, ആ ആശയത്തെ പ്രകീർത്തിക്കുന്നു, ആ ആശയത്തിന് യോഗ്യതയില്ലെങ്കിൽ ആ ആശയത്തെ അനുകരിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം താറുമാറാകും. അതുകൊണ്ട് അയുക്ത സംസ്തവ, ഒരിക്കലും യോഗ്യമല്ലാത്ത ഒന്ന് നമ്മുടെ ആരാധനയ്ക്ക് വിഷയമാകരുത്, നമ്മുടെ സ്തുതിക്ക് വിഷയമാകരുത്. കാരണം എന്തുകൊണ്ട്? നമ്മുടെ ആരാധനയ്ക്കോ സ്തുതിക്കോ വിഷയമായ ഏതൊരു വസ്തുവും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി നാം അതിനെ അനുകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നാം ആരാധിക്കുന്നുണ്ടെങ്കിൽ, നാം സ്തുതിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രേഷ്ഠമായ, ഏറ്റവും യുക്തമായ ഒന്നിനെ ആയിരിക്കണമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ, അപ്രിയാർത്ഥേഷു അപ്രവൃത്തി, അപീഡനം അലാളനം, അയുക്താ സംസ്തവ. മലയാളത്തിൽ പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക, ഒന്ന്; പീഡിപ്പിക്കാതിരിക്കുക, ലാളിക്കാതിരിക്കുക, രണ്ട്; യോഗ്യമല്ലാത്തവയെ സ്തുതിക്കാതിരിക്കുക, മൂന്ന്. ഇത് മൂന്നും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ശുദ്ധമായി തീരുമെന്ന് ഗുരു പറയുകയാണ്. അങ്ങനെ ഇന്ദ്രിയങ്ങൾ ശുദ്ധമായി തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശുദ്ധമായി തീരുന്നു. മനസ്സ് ശുദ്ധമായി തീർന്നു കഴിഞ്ഞാൽ ആ മനസ്സിലൂടെ നിർദ്ദേശിക്കപ്പെടുന്ന പ്രവൃത്തികൾ, ശാരീരികമായ പ്രവൃത്തികൾ, വാചികമായ പ്രവൃത്തികൾ ശുദ്ധമായി തീരും. അപ്പൊ എല്ലാ ശുദ്ധിയുടെയും അടിസ്ഥാനം, അടിത്തറ എന്ന് പറയുന്നത് ഇന്ദ്രിയ ശുദ്ധിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഇന്ദ്രിയ ശുദ്ധി വരെ ഒരു വ്യക്തിയുടെ അനുഷ്ഠാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ, ശാരീരികവും മാനസികവും വാചികവും ഭൗതികവുമായ ആ വ്യക്തിയുടെ വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ എപ്രകാരം ശുദ്ധമാക്കാം എന്നുള്ളത് ഈ 4 ശുദ്ധീകരണ പ്രക്രിയയോട് പറയുന്നു. അഞ്ചാമത്തെ ശുദ്ധിയായിട്ടാണ് ഗുരുദേവർ ഗൃഹശുദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ ഗൃഹശുദ്ധിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളും അടുത്ത അധ്യായത്തിന് ആമുഖവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സ്വാമിജി നമസ്തേ. അയുക്ത അസംസ്തവയാണോ സംസ്തവയാണോ? അത് സ്തുതിക്കാതിരിക്കുക എന്നുള്ള പറയുമ്പോഴത്തേക്ക് എങ്ങനെയാ അത് വരണ്ടത്? അയുക്ത